ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 30/7/2024 നടന്ന LD ക്ലർക്ക്, അക്കൗണ്ടന്റ്, കാഷ്യർ, ക്ലർക്ക് കം അക്കൗണ്ടന്റ്, സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സാമിനേഷന്റെ GK പാർട്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932 2. പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയംപേരൂർ സുനഹദോസിന്റെ 1599 അധ്യക്ഷൻ. ആൻസർ ഓപ്ഷൻ ബി, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ്. 3. ഓപ്ഷൻ ബി ആണ്. 3. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ എ, സത്യശോധക് സമാജം, ഹിതകാരണി സമാജം. സത്യശോധക സമാജം ജ്യോതിറാവ് ഫുലെ, ഹിതകാരണി സമാജം വീരേശലിംഗം. 4. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ക്രിപ്സ് മിഷൻ. 5. ജർമ്മൻ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസ് അറിയപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഗെസ്റ്റപ്പോ. 6. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICC നേതൃത്വത്തിൽ 2024 T20 ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, 3 മാത്രം ശരി. അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. 7. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഉയരം തുടർച്ചയില്ലാത്ത രേഖകളാൽ ഭൂപടങ്ങളിൽ സൂചിപ്പിക്കുന്ന രീതി? ആൻസർ ഓപ്ഷൻ ബി, ഫോം ലൈൻ. 8. ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ? ആൻസർ ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. 9. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലം? ആൻസർ ഓപ്ഷൻ ബി, മുങ്കേഷ്പൂർ, ഡൽഹി. 52 സംതിങ് ആണ് അവിടുത്തെ, 52 ഡിഗ്രി 52 സംതിങ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും കൂടിയ ചൂട് ഡൽഹിയിൽ. 2024 ഈ ചൂട് രേഖപ്പെടുത്തിയത്. അതിനു മുമ്പ് രാജസ്ഥാനിലാണ്, 2016 രാജസ്ഥാനിലാണ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. അതിനെ റെക്കോർഡിനെ മറികടന്ന് മുങ്കേഷ്പൂർ, ഡൽഹിയിൽ 2024 52 സംതിങ് ആണ് ചൂട് രേഖപ്പെടുത്തിയത്. 10. നിംബസ് മേഘങ്ങളുടെ പ്രത്യേകതകൾ ഉൾപ്പെടുന്ന ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, 1, 4. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. 11. കാഞ്ചൻജംഗയെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ, 1, 2. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി, കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി. 12. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, അലമാട്ടി ഡാം, കർണാടക, കൃഷ്ണാനദി. 13. ഇന്ത്യൻ കാർഷികോൽപ്പന്ന കയറ്റുമതിയിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന കാർഷിക വിളകൾ താഴെ നൽകുന്നു. ശരിയായ ക്രമത്തിലുള്ളത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി, സമുദ്ര ഉൽപ്പന്നങ്ങൾ, ബസ്മതി ഒഴികെയുള്ള അരി, പഞ്ചസാര. 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇല്ല. 15. നീതി ആയോഗിന്റെ നാലാം വട്ട വാർഷിക ആരോഗ്യ സൂചികയിലെ റഫറൻസ് വർഷ 2019-20 റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്കിടയിലെ ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ, കേരളം, തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. 16. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്ത വസ്തുത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വളർച്ചാ ലക്ഷ്യം 5.6% 17. റിസർവ് ബാങ്കിന്റെ പണനയവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെക്കുറിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തി എഴുതുക. വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്.
രണ്ടാമത്തെ പ്രസ്താവന. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. 3. റിവേഴ്സ് റിപ്പോ നിരക്ക് എല്ലായ്പ്പോഴും റിപ്പോ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും. ആൻസർ ഓപ്ഷൻ എ. പ്രസ്താവനകൾ 1, 2 ശരി, 3 ശരിയല്ല. അപ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ റിസർവ് ബാങ്ക് ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ റിസർവ് ബാങ്ക് അവർക്ക് നൽകുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇത് രണ്ടുമാണ് ശരി. 18. ഹരിത വിപ്ലവത്തിന്റെ ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ഡി. തൊഴിൽ ലഭ്യത കുറഞ്ഞു. 19. താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ 2021-22 മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യത്തിലേക്കുള്ള വിവിധ മേഖലകളുടെ സംഭാവന നൽകിയിരിക്കുന്നു. ഓരോന്നിന്റെയും യഥാർത്ഥ മൂല്യം കണ്ടെത്തി കോളം എ കോളം ബിയുമായി യോജിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ സി. പ്രാഥമിക മേഖല 21%, പ്രാഥമിക മേഖല 21%, ദ്വിതീയ മേഖല 26.50%, തൃതീയ മേഖല 52.50%. 20. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ല, ഇതെല്ലാം ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇല്ല, ഇതെല്ലാം ശരിയാണ്. 21. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പം ഇതിനകത്ത് ആൻസർ ഇല്ല, ഇതെല്ലാം തെറ്റാണ്. രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്, ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്, ഇതെല്ലാം തെറ്റാണ്. ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരം ഇല്ല. ഉപരാഷ്ട്രപതിയാകാൻ 35 വയസ്സാണ് പൂർത്തിയാക്കേണ്ടത്. തന്നിരിക്കുന്നതെല്ലാം തെറ്റാണ്. 22. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ സി. 1. 6 മുതൽ 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. അപ്പോൾ എത്ര വയസ്സ് വരെയാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് എല്ലാ രക്ഷകർത്താക്കളുടെയും കടമയാണ്. അതാണ് ശരി വരുന്നത്. 22. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 1, 3. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ. നിർമ്മല സീതാരാമൻ, അമിത് ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. 24. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ എഴുതുക. ആൻസർ ഓപ്ഷൻ ബി. BV ഗിരി, R വെങ്കട്ടരാമൻ, മുഹമ്മദ് ഹമീദ് അൻസാരി, പിന്നെ ജഗദീപ് ധൻഗർ. 25. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക. മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. പ്രൊഹിബിഷൻ, നിരോധനം. കൊബാറണ്ടോ, എന്ത് അധികാരത്തിൽ. 26. ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി. 1, 2, 3, 4 എല്ലാം ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇപ്പോൾ 193 അംഗരാജ്യങ്ങളും 2 നിരീക്ഷക രാജ്യങ്ങളുമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന്നൻ ഘാനക്കാരനായിരുന്നു. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. 27. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 28. താഴെ തന്നിരിക്കുന്നവയെ അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ തരംതിരിക്കുക. ഇന്ത്യൻ തപാൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, വിൽപ്പന നികുതി, റെയിൽവേ, ഇന്ത്യൻ പോലീസ് സർവീസ്. അപ്പോൾ ഇതിനെയാണ് തരംതിരിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ്. സംസ്ഥാന സർവീസിൽ ഉൾപ്പെടുന്നത് വിൽപ്പന നികുതി, അഖിലേന്ത്യാ സർവീസിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, കേന്ദ്ര സർവീസിൽ ഇന്ത്യൻ തപാൽ സർവീസ്, റെയിൽവേ. 29. 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ?
ആൻസർ ഓപ്ഷൻ സി 3. 73-ാം ഭേദഗതി നിലവിൽ വന്നത് 1990 ആണ്. അപ്പം എന്നാണ് നിലവിൽ വന്നത്? 73-ാം ഭേദഗതി 1992 72-ാം ഭേദഗതി 73-ാം ഭേദഗതി നിലവിൽ വന്നത്. 30. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. 1987 മുതൽ 91 വരെയുള്ള ഇ.കെ. നായനാരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കെ. ചന്ദ്രശേഖരൻ. കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. 2011 മുതൽ 2016 വരെയുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പി.കെ. അബ്ദുറബ്ബ്. 31. കേരള ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ എ 4. കേരളത്തിലെ സമ്പന്ന വിഭാഗം അവരുടെ ഭൂസ്വത്ത് സംരക്ഷിക്കാനായി നടത്തിയ സമരമാണ് കള്ളിക്കാട് സമരം. അപ്പം കള്ളിക്കാട് സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി നടന്ന കുടികിടപ്പവകാശ സമരങ്ങളിൽ ഒന്നാണ് കള്ളിക്കാട് സമരം. ഇതാണ് കേരളത്തിന്റെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി നടന്ന കുടികിടപ്പവകാശ സമരങ്ങളിൽ ഒന്നാണ് കള്ളിക്കാട് സമരം. 32. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്ന പ്രവർത്തികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3, 4. പ്രകൃതി വിഭവ പരിപാലനവുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തികൾ, മൃഗപരിപാലനം പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തികൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ പുനരുദ്ധാരണം, ദുരന്ത പ്രതിരോധ തയ്യാറെടുപ്പുകൾ. 33. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ സി. ധനകാര്യ കമ്മീഷൻ 280-ാം വകുപ്പ് സ്വത്തവകാശം 300-ാം വകുപ്പ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61-ാം വകുപ്പ് ഹൈക്കോടതിയുടെ റിട്ട് അധികാരം 226-ാം വകുപ്പ്. ഇതാണ് ശരി. 34. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മിനുസപേശിയെക്കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി 2, 1, 3. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു. കുറുകെ വരകൾ കാണപ്പെടുന്നു. 35. അക്ഷാസ്ഥികൂടവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ വാരികല്ലുകൾ 24 അസ്ഥികൾ. 36. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള ഇരട്ടസ്ഥാനം ഏത്? പ്ലൂറ. 37. സന്ധികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ 1. വിജാഗിരി സന്ധി കാൽമുട്ടിൽ കാണപ്പെടുന്നു. 38. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ആൻസർ ഓപ്ഷൻ എ ലിപ്പേസ്. അമിലേസും ലിപ്പേസുമാണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികൾ. 39. രക്തം കട്ടപിടിക്കലിന്റെ ശരിയായ ക്രമം ഏത്? ആൻസർ ഓപ്ഷൻ ഡി 3, 2, 1. ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. പ്രോത്രോംബിൻ ത്രോംബിൻ, ഫൈബ്രിനോജിൻ ഫൈബ്രിൻ നാരുകൾ. 40. ഇന്ത്യൻ TB റിപ്പോർട്ട് 2023 അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകളുള്ള സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസുകൾ ഉള്ളത്. 41. ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. ഇതിനകത്ത് ആൻസർ ഇല്ല. JP നഡ്ഡയാണ് ഇപ്പോഴത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി. JP നഡ്ഡ. 42. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ആൻസർ ഓപ്ഷൻ ഡി മാസ്. മാസാണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. 43. ദർപ്പണത്തിന്റെ പ്രതിഫലന തലത്തിന്റെ മധ്യബിന്ദു. ആൻസർ ഓപ്ഷൻ സി പോൾ. പോളാണ് ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു.
44 ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷത. ആൻസർ ഓപ്ഷൻ സി മാലിയബിലിറ്റി. 45 സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം. ആൻസർ ഓപ്ഷൻ എ ബുധൻ. 46 2023 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ഏത് മേഖലയിലെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രകാശം. 47 P1 V1 = P2 V2 എന്ന സമവാക്യം ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ബോയിൽ നിയമം. 48 ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്ര ലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ സി മെർക്കുറി. ഐസോട്ടോണിക് ലായനികളുടെ ഡാഷ് തുല്യമായിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി ഓസ്മോട്ടിക് മർദ്ദം. 50 ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 1 മുതൽ 2 ppm. 51 ബ്ലൂ ബേബി സിൻഡ്രോം എന്ന അവസ്ഥയ്ക്ക് കാരണമായ ലവണം ഏത്? ആൻസർ ഓപ്ഷൻ സി നൈട്രേറ്റ്. 52 കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആര്? ആൻസർ ഓപ്ഷൻ ഡി വള്ളത്തോൾ നാരായണ മേനോൻ. 1930 കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. 53 ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആര്? ആൻസർ ഓപ്ഷൻ സി മൈക്കിൾ ഫെൽപ്സ്. 54 കേസിൽ ലേഖ ഏത് കായിക മേഖലയിലാണ് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ബോക്സിംഗ്. 55 ഫയോദോർ ദസ്തോവ്സ്കിയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏത്? ആൻസർ ഓപ്ഷൻ ബി ഒരു സങ്കീർത്തനം പോലെ. 56 ഇലഞ്ഞിത്തറമേളം ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി തൃശൂർ പൂരം. 57 2023 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ സി നർഗേസ് മുഹമ്മദി. 58 ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ച വർഷം? ആൻസർ ഓപ്ഷൻ ബി 2023. 59 ഓപ്പൺ ഓഫീസ് റൈറ്റർ ഏത് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ വേർഡ് പ്രോസസർ. 60 കേബിൾ TV നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി മാൻ. 61 2 കിലോബൈറ്റ് = ബൈറ്റ്? ആൻസർ ഓപ്ഷൻ ഡി 2048. 62 ആദിത്യ L1 ദൗത്യത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി PSLV C-57. 63 2023 G20 ഉച്ചകോടിയിലെ ഇന്ത്യൻ ഷെർപ്പ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി അമിതാഭ് കാന്ത്. 64 ബാലവേല നിരോധനം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ബി അനുച്ഛേദം 24. 65 ചേരുംപടി ചേർക്കുക? ആൻസർ ഓപ്ഷൻ എ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ 2007, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ 2013, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996. 66 2005 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി എത്ര ഫീസ് അടയ്ക്കണം? ആൻസർ ഓപ്ഷൻ സി 10 രൂപ. 67 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ ബി പ്രസ്താവന 1, 2 ശരിയാണ്. ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. 68 2005 ഗാർഹിക പീഡന നിയമത്തിലെ 9ാം വകുപ്പ് പ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ചുമതലയിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി
ഗാർഹിക അതിക്രമത്തിന് ഇരയായവർക്ക് സാമ്പത്തിക സഹായത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. 69 ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇക്ബാൽ സിംഗ് ലാൽപുര. 70 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം ആരെയാണ് മുതിർന്ന പൗരൻ എന്ന് നിർവചിച്ചിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ 60 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ജി കെ പാർട്ട്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ജി കെ പാർട്ട്.